മനോഹരമായ പ്രണയഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ റീനു, എനിക്കൊരു ലവർ ഉണ്ടായിരുന്നു. 1.5 വർഷം ഞങ്ങൾ പ്രണയിച്ചു. ഈ 1.5 വർഷം തികഞ്ഞ അന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും കാലം അവൾ എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന്. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാനാകെ തകർന്നു പോകുന്ന പോലെ തോന്നി. പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഞാനും ആത്മാർത്ഥമാവുന്നില്ല, ഇനിയുള്ള എല്ലാ പെൺപിള്ളേരും പറ്റിച്ചേക്കാന്ന്. അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് വേറൊരു പെൺകുട്ടി കടന്നു വന്നു. അവളെ പറ്റിക്കണമെന്ന് ഉറപ്പിച്ചതാണ് ഞാൻ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായ എല്ലാ പെൺകുട്ടികളും അങ്ങനെയല്ല. ഒരുപാട് നല്ല കുട്ടികളുണ്ട്. ഇപ്പം അവളെൻ്റെ ജീവനാ. ഞങ്ങളുടെ കല്യാണമാണ്. പേര് പറയാത്തൊരു വ്യക്തി പേര് പറയാത്ത മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു പാട്ട് ചോദിച്ചേക്കുക. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ആ പാട്ട് വെച്ച് തരും. ഇതുപോലെ നിങ്ങൾക്കൊരു പാട്ട് വേണോ എന്നാൽ 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് and stay tuned to Love Bites for ton കണക്കിന് റൊമാൻസ്. എന്തും സഹിക്കാം. വേറൊരാളോട് ഫ്ലേർട്ട് ചെയ്തോ അതുപോലെ ഞാൻ ക്ഷമിക്കത്തില്ല എന്ന് ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് നീതു പറഞ്ഞു. അജിത്ത് പറഞ്ഞു, പാസ്റ്റ് ലവർ എനിക്ക് പ്രശ്നമൊന്നുമല്ല. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും പ്രണയം തോന്നും. ചിലപ്പോൾ നമ്മുടെ കുറ്റം കൊണ്ടായിരിക്കില്ല ആ പ്രണയം നഷ്ടപ്പെടുന്നത്. അപ്പോൾ പണ്ട് പ്രണയിച്ചു എന്നുള്ള റീസൺ കാര്യമാക്കേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റേതാണ് എന്നവൾ പറഞ്ഞിട്ട് വേറൊരാളുടെ മുഖത്തോട്ട് പോലും നോക്കിയാൽ ഞാൻ ക്ഷമിക്കത്തില്ല എന്ന്. നാൻസി പറഞ്ഞു, പൊസസീവ്നെസ്, ജലസി, കൺട്രോൾ ഇതൊന്നും പ്രശ്നമല്ല. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യം എൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ വേറൊരാൾക്ക് മനസ്സിലിടം കൊടുക്കുന്നത് തന്നെയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെയല്ലേ ഇത്രയും നേരം പറഞ്ഞു. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിൻ്റെ സ്വന്തം FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. എല്ലാവരും പറഞ്ഞ കാര്യമൊക്കെ ഞാൻ കേട്ടു. ഫേസ്ബുക്കിലെ കമൻസും വായിച്ചു. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. പണ്ട് ഒരു റിലേഷൻഷിപ്പ് ഉള്ളതൊന്നും പ്രശ്നമല്ല. അപ്പം എൻ്റെ നേരെ കുറേ ചാടിക്കടിച്ചു, ദേഷ്യപ്പെട്ടു, ഇതെല്ലാം ഞാൻ സഹിക്കും. എന്നെ കുറേ കൺട്രോൾ ചെയ്യുന്ന കുഴപ്പമില്ല. ഡ്രസ്സ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞോട്ടെ, ഇതൊന്നും പ്രശ്നമല്ല. വേണമെങ്കിൽ ഇതും കൂടി പറഞ്ഞോട്ടെ, നീ ബോയ്സുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യരുതെന്ന്, എല്ലാം കേൾക്കാം. പക്ഷെ എന്നെ സ്നേഹിക്കുന്നതിൽ 1 ഇഞ്ച് കുറവ് വരുത്താൻ പാടില്ല. ആ സ്നേഹം എനിക്ക് തരുകയും വേണം, എനിക്കത് മനസ്സിലാവുകയും വേണം. സ്നേഹവും തരില്ല, വെറുതെ കുറേ കണ്ടീഷൻസ് വെച്ചാൽ എങ്ങനെയാണ്? കണ്ടീഷൻസ് വെക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് ഇരട്ടി സ്നേഹം കൊടുക്കണ്ടേ? അത് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. തിരിച്ചത്രയും കമ്മിറ്റ്മെൻറ്റ് ഞാനും കൊടുക്കത്തുള്ളൂ, അല്ലേ? ആരും ദേഷ്യപ്പെടല്ലേ കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് ഫാമിലി ദ ലവ് ബൈറ്റ്സ്. ഇറ്റ്സ് റീനു. You changed my world with a blink of an eye. There is something that I cannot deny. You put my soul from worst to best. That is why I treasure you, my dearest love. I'll end by the line you already know. I love you more than what I could show. ഇഷ്ടപ്പെടുന്ന ആളോടുള്ള പ്രണയം എപ്പോഴും അറിയിക്കാൻ നമുക്ക് പറ്റുമോ? അറിയിക്കാൻ പറ്റും. എത്രത്തോളം ഇഷ്ടമെന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞറിയിക്കാൻ പറ്റുമോ? അറിയിക്കണം കേട്ടോ. എന്നാലേ ആ പ്രണയം എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ നിന്ന് ഞാൻ റീനു പോവുക. തിരിച്ചു വരും. പോകുന്നതിന് മുന്നേ പറയട്ടെ, ലവ്, കീപ് ലവിങ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.